എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു നാടൻ കറിയാണ്, അതായത് കുർത്തിച്ചക്ക കൊണ്ടുള്ള പുളിശ്ശേരി. അതിൽ ചേർക്കാനായിട്ടുള്ള 1/4 കപ്പ് കുർത്തിച്ചക്ക, 1 കപ്പ് ഉണ്ടായിരുന്നു, അത് ചതച്ചെടുത്തപ്പോൾ അത് 1/4 കപ്പിലോട്ട് മാറി. പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് 1 കപ്പ് കുർത്തിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ അത് ചതച്ചെടുത്തപ്പോൾ 1/4 കപ്പിലോട്ട് മാറി. നമുക്കതിനെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വേവിക്കാം. ഇനി നമുക്കതിൽ ഒരു 3 പച്ചമുളക് മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുർത്തിച്ചക്കയും പച്ചമുളകും വെന്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വേവിച്ചത്. ഇനി നമുക്കതിൽ അതിൻ്റെ കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിൽ അരമുറി തേങ്ങ, അല്പ ജീരകം, ഒരു ചിരി വെളുത്തുള്ളി, പിന്നെ കടുക് ചതച്ചത്, ഇതെല്ലാമാണ് ഇതിൻ്റെ കൂട്ടുകൾ. പച്ചമുളക് ഇതിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് സമയം നല്ലവണ്ണം ഈ അരപ്പ് വേവിക്കണം. വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണാണിത്, അതിന് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. കുർത്തിച്ചക്കയും അതിൻ്റെ കൂട്ടും തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ തൈര് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. നമുക്കത് തൈര് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നമുക്കല്പം വറുത്ത് പൊടിച്ച ഉലുവ, അതായത് ഒരു നുള്ള് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. കൊണ്ടാന്ന് നോക്കട്ടെ. ലേശം ഉപ്പൂടെ വേണം. ഇത്ര പാകത്തിന് ലേശം ശർക്കര ഇട്ട് കൊടുക്കും. അതിനുശേഷം നമുക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കുർത്തിച്ചക്ക പുളിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം.